നമസ്കാരം. തിരക്കിട്ട് തയ്യാറാക്കേണ്ടി വന്നതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പൊരുത്തക്കേടുകൾ കടന്നുകൂടിയത് എന്ന വിശദീകരണമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഉള്ളത്. ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് ന്യായവാദം നിരത്തുമ്പോഴും സംഗമത്തിന് എത്ര കോടി ചെലവായി എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ബോർഡിനായിട്ടില്ല. പുറത്തു വന്നത് എസ്റ്റിമേറ്റ് മാത്രമാണെന്നും ശരിയായ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത്. സംഗമത്തിലെ ക്രമക്കേടിൽ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. വിവാദം ചൂടുപിടിക്കുമ്പോൾ കണക്കൊപ്പിക്കാൻ ദേവസ്വം ബോർഡിനാകുമോ എന്ന് പരിശോധിക്കുകയാണ് ഇന്ന് എൻകൗണ്ടർ. പ്രേക്ഷകർക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. ഇപ്പൊ ആർക്കും പങ്കില്ലെന്ന് പറയണം. പിന്നെ ഇത് ആരാ നടത്തിയത്? ഗവൺമെന്റിന് പങ്കുണ്ട്. കാരണം സർക്കാരിന്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത്. ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ്. ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? അതിന് കണക്ക് പറഞ്ഞേ മതിയാവും. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, എന്ന് കൃത്യമായ കണക്കല്ല. അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അത് വാർത്ത ശരിയായി വരട്ടെ, വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ല അതെ അല്ല, തെറ്റാണ്. ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണ്. എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ PK ഗോപൻ, കോൺഗ്രസിലെ ശ്രീ രാജു P നായർ, BJP-യിൽ നിന്ന് ശ്രീ ജിതിൻ P ദേവ് എന്നിവരാണ്. ശ്രീ PK ഗോപൻ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഓരോരോ കാര്യങ്ങൾക്ക് ചില വിശദീകരണവും നൽകുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഏൽപ്പിച്ച ഏജൻസിയാണ് ഓഡിറ്റ് നടത്തിയിരിക്കുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രതിഫലിച്ച വരവ് ചെലവ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ചാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് പല വാർത്തകളും വന്നത്. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ വന്ന തെറ്റായ കണക്കുകളിലോ അല്ലെങ്കിൽ കണക്കുകളിലെ പൊരുത്തക്കേടിലൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഇതെല്ലാം വ്യാജ പ്രചരണമാണ് എന്നാണോ പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് അവിടെ എന്താണ് നടക്കുന്നത് അവർ കണക്കൊക്കെ തീരുമാനിച്ച് ശരിയാക്കട്ടെ, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ്. ദേവസ്വം മന്ത്രിയും പറഞ്ഞത് ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അപ്പോൾ സർക്കാരിനും പാർട്ടിക്കും ഒന്നും ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? ദേവസ്വം ബോർഡ് ഇപ്പോഴും കൃത്യമായ കണക്ക് പൊതുജന സമക്ഷം കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ PK ഗോപൻ. അങ്ങയുടെ പരാമർശത്തിൻ്റെ ആദ്യ ഭാഗം കേൾക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും അവസാനം കാര്യം മനസ്സിലായി. അതിൽ ഈ അവസാന ഭാഗത്തുള്ള ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പാർട്ടി സെക്രട്ടറി അതുപോലെ ദേവസ്വം മന്ത്രി ഇവരുടെയൊക്കെ പരാമർശങ്ങളെക്കുറിച്ചാണ്. അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉചിതമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഗവൺമെൻറ് അല്ല ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നത്, അത് ഗവൺമെൻറ്റിന് അധികാരമില്ല. അതുപോലെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതിലൊക്കെ ഉപരിയായിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, ഡിവിഷൻ ബെഞ്ചിൻ്റെ സാന്നിധ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഈ കണക്കുകളെ സംബന്ധിച്ച് വന്നത് ബഹുമാന്യപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ച കണക്കല്ല. ഒന്നത്, അവർ 27-ാം തീയതി വ്യക്തമായ കണക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോടതി ഈ കണക്ക് പരിഗണിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്, ദേവസ്വം ബോർഡ് ഈ കണക്ക് കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച ഒരു കണക്കല്ല ഇത്. മൂന്നാമത്തെ കാര്യം, ഈ ഓഡിറ്റ് അസോസിയേറ്റ്സ് അവർ 2011 മുതൽ അവിടെ ഓഡിറ്റ് നടത്തുന്നവരാണ്. അത് ഹൈക്കോടതി എംപാനൽ ചെയ്ത ഒരു ലിസ്റ്റിൽ നിന്നുള്ളവരാണ്. നേരത്തെ പോലെ അവരവിടെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഓഡിറ്റ് നടത്തിയിരിക്കുന്നത് അവർ ദേവസ്വം ബോർഡിൻ്റെ ക്ലാരിഫിക്കേഷൻ വാങ്ങിച്ചിട്ടോ
വൗച്ചറുകൾ താരതമ്യം ചെയ്തിട്ടോ ഇങ്ങനെയുള്ള സാധാരണ ഓഡിറ്റിൻ്റെ ഒരു പ്രൊസീജിയറും പൂർത്തിയാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ സർക്കാർ ഓഡിറ്റ് എന്നൊരു സംവിധാനം പൊതുവേ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റാണോ അവർ നടത്തുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഓഫീസുമായിട്ട് അവർ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടാണ് അവർ ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയാക്കുന്നത്. അതിന് സാധാരണ മീറ്റിംഗ് വിളിക്കാറുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ മീറ്റിംഗ് ഈ ഓഡിറ്റ് വിങ് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റ് വിങ്ങിനെ അവർ വിളിക്കാറുണ്ട് ഓഡിറ്റ് വിങ്ങിൻ്റെ അഭ്യർത്ഥന പ്രകാരം. അങ്ങനെ വിളിച്ച് ചർച്ച ചെയ്ത് അതിനകത്ത് അവ്യക്തത ഉണ്ടെങ്കിൽ ആ അവ്യക്തത പരിഹരിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട് സമ്പൂർണ്ണമാക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ എസ്റ്റിമേറ്റ്, പ്രപ്പോസൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ച് സമയത്ത് അവിടെ ഓഡിറ്റ് കൊടുക്കാൻ വേണ്ടി, റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ, ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ വാർത്ത ആഘോഷിക്കുന്നത്. ശരി, ശ്രീ പി. കെ. ഗോപൻ, ഞാൻ ഒറ്റ കാര്യം, ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾ ഈ പറഞ്ഞ ഇത്രയും ഭാഗത്തൊന്ന് ചോദിക്കട്ടെ. ഒന്ന്, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഏജൻസി ഏൽപ്പിച്ച് ആ ഏജൻസി ഒരു ഓഡിറ്റ് നടത്തിയ ശേഷം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണാതെ ആ ഓഡിറ്റ് റിപ്പോർട്ട് നേരെ അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറിലേക്ക് പോയി. ഇതാണല്ലോ താങ്കൾ പറഞ്ഞത്. അതെങ്ങനെ സാധ്യമാകുന്നു? രണ്ടാമത്തെ കാര്യം, ഇതിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചുണ്ടായിട്ടുള്ള പൊരുത്തക്കേടുകൾ, ആ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന തിരികെ എത്തിയിട്ടില്ല എന്ന് പറയുന്ന സ്പോൺസർഷിപ്പ് തുകയായ 2 കോടി രൂപയുടെ കാര്യം, ഈ കാര്യങ്ങളിലെ കൃത്യമായ ഒരു കണക്കോ വിവരമോ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ്? ഇനി മൂന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ഇനി ഇതിലെല്ലാം ഒരു ധൃതി പിടിച്ചൊരു ആ സമയം ഒപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ധൃതിപ്പെടൽ അതിൻ്റെ പിന്നിലുണ്ടായി എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംഗമത്തിന് ചിലവായ യഥാർത്ഥ തുക എത്രയാണ് എന്ന് പറയാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് കഴിയാത്തത്? ഇത് മൂന്നിനും കൃത്യമായിട്ട് ഉത്തരവുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ. ഒന്നാമത്, ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് നമ്മളും ചോദിക്കുന്ന ചോദ്യം. ദേവസ്വം ബോർഡിനെ ബോധ്യപ്പെടുത്തി കണക്കിൽ ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഒരു ഓഡിറ്റും, നമ്മൾ പലതും നമുക്ക് മനസ്സിലാവുന്നതല്ലേ, ഏത് കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ അങ്ങയുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഓഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറക്ടേഴ്സിനെയോ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ ഓഫീസറെ കാണിച്ച് അതിൽ വ്യക്തത വരുത്തും. അഭിപ്രായം ഓഡിറ്റ് വിങ്ങിൻ്റെതാണ്. അവർക്ക് തർക്കം ഉണ്ടെങ്കിൽ അവർക്ക് തർക്കമായിട്ട് തന്നെ അവർ പറയും. അത് അല്ലാതെ അതിൽ വ്യക്തത, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ക്ലാരിഫിക്കേഷൻ വരുത്തും. ആ ക്ലാരിറ്റി ഉണ്ടാക്കുക, വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളത് ഓഡിറ്റ് വിങ് ചെയ്യേണ്ടുന്ന മിനിമം ജോലിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതല്ല. 4,99,187,189 രൂപയാണ് ഇതിൻ്റെ ചിലവ്. ഒരു റൗണ്ട് ഫിഗറിൽ പറഞ്ഞാൽ 5 കോടി രൂപയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ ഈ സ്പോൺസർഷിപ്പിൻ്റെതാണെങ്കിൽ, അതല്ല ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത പൈസയാണെങ്കിൽ, ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി രൂപയാണ് സർപ്ലസ് ഫണ്ട് എടുത്തത്. ആ 3 കോടി രൂപയും തിരിച്ചടച്ചിട്ടുണ്ട്. അത് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ വരവിൽ വന്നിട്ടുമുണ്ട്. അത് പരിശോധിക്കാവുന്ന കാര്യമാണ്. അല്ല, ഞാൻ ശ്രീ പി. കെ. ഗോപൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് കോടതി എന്താണ് നിർദ്ദേശം നൽകിയത്? സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉണ്ടാകണം, 45 ദിവസത്തിനകം ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കണം. അങ്ങനെ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നല്ലോ, അല്ലേ? എന്നിട്ട് ഇന്ന്, അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുകയാണ്, വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല, ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുക 3 കോടിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയാനാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വരവെത്ര, ചെലവെത്ര, അത് ഏതൊക്കെ ഹെഡ്സിൽ ആർക്കൊക്കെ കൊടുത്തു എന്ന കാര്യത്തിൽ ഒരു കണക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് സമ്മതിക്കുകയാണ്. അല്ല, ഇതിനകത്ത് അതിനുശേഷമാണ് മകരവിളക്ക്, മണ്ഡലവിളക്ക് കാലം തുടങ്ങുന്നത്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നത്. അവർ ആ ഒരു ജോലിയിലേക്കാണ് പ്രധാനമായിട്ട് കടന്നത്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന്, 10, 50 ലക്ഷം, 60 ലക്ഷം ആളുകൾ വന്ന്, അവർക്കുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും തുടക്കത്തിൽ വലിയ പ്രയാസമുണ്ടായി, ആളുകളുടെ അധികവരവുണ്ടായി. കോടതി തന്നെ ഇടപെട്ടിട്ട് അത്രയും വേണ്ടാന്ന് നിശ്ചയിച്ചു. അങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട്, വളരെ ഭംഗിയായിട്ട് ഒരു മണ്ഡലവിളക്ക് നടത്തുന്ന ജോലിയിലായിരുന്നു ദേവസ്വം ബോർഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ അത് കോടതിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി 27-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൻ്റെയും 1 കോടി രൂപ കേരള ബാങ്കിൻ്റെയും പൈസ കിട്ടി. ആ 3 കോടി രൂപയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത് തിരിച്ചടച്ചത്. ഇനി അദാനിയുടെ ഓഫർ 1 കോടിയുണ്ട്. പിന്നെ ഉണ്ടാവേണ്ടത് 1 കോടിക്ക് താഴെ രൂപയാണ്. അതും ദേവസ്വം ബോർഡ് 17-ാം തീയതി വിളിക്കുന്ന മീറ്റിങ്ങോടുകൂടി
വളരെ വ്യക്തമായിട്ട് ഇത്തരം എല്ലാ മേഖലകളിലെ ആളുകളെ 17-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ബില്ല് റെസിപ്റ്റ്സ് കൊടുക്കേണ്ട ആളുകളെയും അതുപോലെ ബില്ല് സബ്മിറ്റ് ചെയ്ത ആളുകളെയും മറ്റാളുകളെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തോടു കൂടി ഇതിലൊരു വ്യക്തത വരികയും 27-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായി ഈ കണക്ക് എത്തിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് അത് ഒരു കാര്യം കൂടി പറയാം, ഗവൺമെൻറ്റിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ 10ൻ്റെ പൈസ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല, ചെലവഴിക്കത്തുമില്ല. അത് സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ ചെലവഴിക്കൂ എന്നുള്ളതാണ് ഉറപ്പ്. അത് ബഹുമാന്യ ഹൈക്കോടതിക്ക് മുമ്പായി കൊടുത്ത ഉറപ്പ് ദേവസ്വം ബോർഡ് പാലിക്കും. അവർക്ക് ഇനി ഏകദേശം 1 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് മതി, അത് അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും 17-ാം തീയതി മനസ്സിലാവും. 27-ാം തീയതി കണക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വ്യക്തത ഉണ്ടാവും. അതല്ലാതെ ഈ പാറി പറക്കുന്ന കണക്കുകളും കള്ളരേഖകളും വാർത്തകളും ഒന്നും തന്നെ ഇതിന് നമുക്ക് യോജിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല. ഗവൺമെന്റ് വിരുദ്ധ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന സമയമായതുകൊണ്ട് അതിലേക്ക് അത് നടത്തിക്കൊണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ താങ്കളെ കാണും. ശ്രീ രാജു പി നായർ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ്: കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാലാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെ റിപ്പോർട്ട് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് മുൻപ് സമർപ്പിക്കേണ്ടി വന്നത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ പരിഹരിച്ച് ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും ഉറപ്പാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. ഈ മാസം 17-ന് ചേരുന്ന ബോർഡ് യോഗത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതിൻ്റെ തന്നെ ഒരു വെർഷനാണ് ഇവിടെ ഡോക്ടർ പി കെ ഗോപൻ നമ്മളോട് പറഞ്ഞത്. അതായത് വളരെ പെട്ടെന്ന് ഒരു ഓഡിറ്റ് നടത്തി, ആ ഓഡിറ്റിലെ ചില ക്രമക്കേടുകളുണ്ടായി, പൊരുത്തക്കേടുകളുണ്ടായി. ഈ കാര്യങ്ങൾ ബോർഡ് യോഗം ചേർന്ന് വിലയിരുത്തുകയോ ഓഡിറ്റ് റിപ്പോർട്ട് കാണുകയോ വിശകലനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ അത് സ്പെഷ്യൽ കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ടി വന്നു. ആ റിപ്പോർട്ടാണ് കോടതിയിൽ പോയിരിക്കുന്നത്. ബോർഡ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. പരിശോധിച്ച് കഴിയുമ്പോൾ കൃത്യമായ കണക്കുകളും വിവരങ്ങളും സമർപ്പിക്കപ്പെടുമെന്നതാണ്. അപ്പോൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളും കണക്കുകളും ഒക്കെ ആ നിലയിൽ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായതാണെന്ന ഇവരുടെ ന്യായം നിലനിൽക്കുമോ? അല്ല, ഇത് പറയാം, വേണമെങ്കിൽ AKG സെൻറ്ററിലും അല്ലെങ്കിൽ മറ്റുള്ളിടത്തൊക്കെ വിളിച്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരെയൊക്കെ വിളിച്ച് പറയാം. പക്ഷേ ഒരു ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്ന സാധാരണ ആൾക്കാരോട് പറയാൻ കഴിയില്ല. എന്താ ഓഡിറ്റ്? ഓഡിറ്റ് ഈ മുഴുവൻ ഇത് 45 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന മുഴുവൻ പേയ്മെൻറ്റ്സും കൊടുത്തു തീർക്കേണ്ട, അല്ലെങ്കിൽ ബില്ല് കിട്ടേണ്ട കാര്യമുണ്ടല്ലോ. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്നത് എസ്റ്റിമേറ്റ് ആണോ ബില്ലുകളാണോ? അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ ആ ഓഡിറ്ററെ 11 വർഷമായിട്ട് വെച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ പറയേണ്ടത്? ദേവസ്വം ബോർഡിനെ പറയണ്ടേ? ഏതെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ട് എസ്റ്റിമേറ്റിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കുമോ? ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ബില്ലുകളും ആ ബില്ലുകളുടെ യഥാർത്ഥ കാര്യങ്ങളും ട്രാൻസാക്ഷൻസും വെച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ആ പറയുന്നതൊക്കെ കള്ളമാണ്. പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ശ്രീ പി കെ ഗോപനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങേക്കൊന്ന് പറയാമോ? ഞാൻ അങ്ങയുടെ മറുപടിക്ക് ശേഷം ചർച്ച ചെയ്യാൻ പറയാം. ശ്രീ പി കെ ഗോപൻ. അല്ല, അത് ഒന്നാമത് ഇതിന് ടെൻഡറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIIC, അതായത് ട്രിപ്പിൾ ഐ സി എന്നുള്ളത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്, തൊഴിൽ വകുപ്പിൻ്റെയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമാണ്. ആ ട്രിപ്പിൾ ICക്കാണ് പിന്നെ ഇതിൻ്റെ കരാർ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ നടത്തിപ്പ് ചുമതലയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക്. അതുകൊണ്ട് സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് എന്ന തരത്തിൽ അവർക്കിത് ഡയറക്റ്റ് കൊടുക്കുന്നതിന് സാങ്കേതികമായിട്ട് യാതൊരു പ്രയാസവുമില്ല. സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നെങ്കിൽ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ടെൻഡർ കൊടുത്തതാണ് ഇത്രയും ദിവസം പറഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്ത ടെൻഡർ ഈ പറയുന്ന ലേബർ IIITക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരവേതാണ്? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത് ട്രിപ്പിൾ IC ആണ് ഇതിൻ്റെ ചുമതല. ട്രിപ്പിൾ IC സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. അതിൻ്റെ നടത്തിപ്പ് ചുമതല അദാനിക്കാണോ അതോ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണോ? കരാർ കൊടുത്തത് ട്രിപ്പിൾ IC. അവർ രണ്ടുപേരും കൂടെ സംയുക്ത സംരംഭമായിട്ടാണല്ലോ ഇത് ചെയ്തത്. സംയുക്തമായിട്ടാണല്ലോ ഇത് ചെയ്തത്. അവർക്ക് കരാർ ആർക്ക് കൊടുത്തു എന്നാണ് ശ്രീ രാജു പി നായർ ചോദിച്ചത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. സർക്കാർ ഉത്തരവ് പ്രകാരം അത് ശ്രീ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കരാറില്ലാതെ വർക്ക് കൊടുക്കാൻ, സർക്കാർ വർക്ക് കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്.
അന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഗവൺമെൻറ് തന്നെയാണ് അച്ചുമതല ഏൽപ്പിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനമാണ് IIIC. രാജു പി നായർ പറഞ്ഞോളൂ. ശരി ശരി, അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. അപ്പൊ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാണ്ട് കൊടുക്കാം ഇല്ലേ? ദേവസ്വം ബോർഡ് സർക്കാർ ഏജൻസിയാണോ? അല്ലല്ലോ. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ കഴിയുന്നത് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ്, വകുപ്പുകൾക്കാണ്. സർക്കാരിന് മാത്രം കൊടുക്കാൻ കഴിയുള്ളൂ. സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്തിരിക്കുക. അത് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണോ അത് കൊടുത്തത്? ദേവസ്വം ബോർഡിന് എങ്ങനെ ആപ്ലിക്കബിൾ ആവും? അപ്പൊ ദേവസ്വം ബോർഡ് ഇത് കൊടുത്തത് ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്? അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡാണല്ലോ. ഇനി നോക്കൂ, ഊരാളുങ്കൽ PK ഗോപൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാലും അപകടം അറിയാം. അതുകൊണ്ടാണ് PK ഗോപൻ ആദ്യം ഒന്ന് ഉരുണ്ട് കളിച്ചത്. ഇതെങ്ങനെയാ കൊടുക്കുന്നത് നോക്കൂ. 2022 അപ്ഡേറ്റഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെലക്ഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ഏജൻസീസ് ഫോർ എക്സിക്യൂഷൻ ഓഫ് പബ്ലിക് വർക്ക്സ്, അത് ഫിനാൻസ് ഇൻഡസ്ട്രീസും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ട് ഇറക്കിയിട്ടുള്ള ഉത്തരവാണ്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ULCC ഏറ്റവും അവസാനമുണ്ട്. ഏറ്റവും അവസാനം 46ാമത്തെ ആളായിട്ട് ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താ അറിയോ? ജനറൽ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആസ് നോൺ PMC ആയിട്ടുള്ള ജനറൽ സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക് മാത്രമേ ഈ ഉത്തരവ് പ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അത് തന്നെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ചിരിക്കുന്ന ഷെഡ്യൂൾ ഓഫ് റേറ്റിന്റെ താഴത്താണെങ്കിൽ മാത്രം. ഇതാണ് ഗവൺമെന്റ് ഉത്തരവ്. ഈ ഉത്തരവ് വെച്ച് ദേവസ്വം ബോർഡ് എങ്ങനെയാ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത് കൊടുത്തത്? അവിടെ എന്ത് സിവിൽ കൺസ്ട്രക്ഷനാണ് നടത്തിയത്? ഇവന്റ് മാനേജ്മെന്റിന്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തത് തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഈ സർക്കാരിന്റെ കീഴിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ പറയുന്ന ഓർഡർ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ എന്താ പറയുക, മറ്റേ ഇതുവരെ സോഫ്റ്റ്വെയർ നിർമ്മാണം വരെ കൊടുത്തു. നമുക്കറിയാലോ, GSTക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേ ബില്ല് നോക്കാൻ വേണ്ടി ഈ ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം താങ്കൾ കണ്ടോ ശ്രീ രാജു പി നായർ? ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന വിശദീകരണത്തിലെ ഭാഗം കണ്ടോ? ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് പരിചയവും കിഫ്ബി എംപാനൽ അംഗീകാരവുമുള്ള തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാദമി ഫോർ സ്കിൽസ് ഡെവലപ്മെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് ആയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനെ ദേവസ്വം ബോർഡ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചു. കാരണം വളരെ പരിമിതമായ സമയത്തിലാണ് ദേവസ്വം ബോർഡ് ഈ പരിപാടിയൊക്കെ ഏറ്റെടുത്തത്. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും സൂക്ഷ്മതയോടെയും സത്യസന്ധതയോടെയും സംഗമം വിജയിപ്പിക്കാനാണ് ബോർഡ് ശ്രമിച്ചതെന്നാണ് അവരുടെ അവകാശവാദം. 2 ദിവസം മുമ്പ് നടന്ന ചർച്ചയിൽ ഇതല്ലല്ലോ പറഞ്ഞിരുന്നത്. 2 ദിവസം മുമ്പ് CPM പ്രതിനിധികൾ മുഴുവൻ വന്നിരുന്നതും ഇപ്പൊ ശ്രീ PK ഗോപൻ പറഞ്ഞു എന്താ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ULCC അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് കൊടുത്തു എന്നല്ലേ? അല്ലേ? എന്നിട്ട് അവർ സബ് കൊടുത്തു എന്നല്ലേ? ഈ ഉത്തരവ് വെച്ച് അങ്ങനെ ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നവർക്ക് സബ് കൊടുക്കാൻ കഴിയില്ല. ULCCക്ക് മാത്രമല്ല ഉമ്മൻചാണ്ടി കൊടുത്തത്, സിഡ്കോ ഉണ്ടായിരുന്നു, കാഡ്കോ ഉണ്ടായിരുന്നു, അങ്ങനത്തെ 45ഓളം ഏജൻസികൾ വേറെ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഏറ്റവും സാധാരണക്കാരായ ആർട്ടിസൻസ് ഉൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങൾക്ക് ആ സർക്കാരിൻ്റെ പദ്ധതികളുടെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത് തന്നെ ടെൻഡറിൽ 10% ലിവറേജ് കിട്ടാൻ മാത്രമാണ് അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളൊരു ഉത്തരവിൻ്റെ മറവിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ പരിപാടി എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. അവിടെ നിന്നാണ് അഴിമതിയുടെ തുടക്കം. അപ്പോൾ അതിന് മറുപടിയില്ല. അങ്ങ് പറയുന്നത് സർക്കാരിന് മാത്രം ബാധകമായ ഉത്തരവാണ്. അങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ, ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. നമുക്ക് LSTD വകുപ്പിൽ നിന്ന് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ പല കാഡ്കോനെയും സിഡ്കോനെയും എല്ലാം നമ്മൾ പണികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദേവസ്വം ബോർഡിന് എങ്ങനെ ബാധകമാകും? അപ്പോൾ ദേവസ്വം ബോർഡ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുന്ന, അതാണ് ഇവർ പറയുന്നത്, അത് കൊടുത്തിരിക്കുന്നത് തന്നെ അഴിമതിയാണ്. പിന്നെ രണ്ടാമത്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഏത് ഓഡിറ്ററാണ് ബില്ലുകൾ കിട്ടാതെ ഓഡിറ്റ് ചെയ്യുക? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ചെന്ന് ബില്ല് കിട്ടാതെ പ്രപ്പോസലും എസ്റ്റിമേറ്റും വെച്ച് ഓഡിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഹൈക്കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുമോ ഓഡിറ്റർക്ക്? ഇവർ പറയുന്നതാണ് സത്യമെങ്കിൽ ഈ ഓഡിറ്റിംഗ് ഏജൻസി പുറത്തു വന്ന് കാര്യം പറയണം, സത്യം പറയണം. ഏറ്റവും അൺപ്രൊഫഷണലായിട്ട് ഇവർ പറയുന്ന ബില്ലുകൾ നോക്കാതെ ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ട് ആ ഓഡിറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടിങ് ഏജൻസി, ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി പുറത്തു വന്ന് മറുപടി പറയണം. അതാണ് സത്യമെങ്കിൽ അവരുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുമോ? ബോധമുള്ള ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുമോ? ഒറിജിനൽ ഇൻവോയ്സ് ഇല്ലാതെ ഒരു അക്കൗണ്ടിങ് നടത്തുമോ?
അപ്പോൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഇപ്പം നന്ദഗോപന്റെ പേരിൽ, ഭജനത്തിന്റെ പേരിൽ പൈസ കൊടുത്തു ഇല്ലേ? നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഇതാണ്. നന്ദഗോപന്റെ പേരിൽ പൈസ കൊടുത്തു. അവസാനം ഇപ്പം പറയുന്നത് അതല്ല, അത് തെറ്റിപ്പോയതാണ്. പേരെഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. പേരെഴുതിയപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഇൻവോയ്സ് അവിടെ ഇരിക്കുമ്പോൾ ഓഡിറ്റിംഗ് ഏജൻസി ചോദിക്കില്ലേ, നിങ്ങൾ ആർക്കാ കൊടുത്തത്? നന്ദഗോപനാണോ കൊടുത്തു, അല്ലെങ്കിൽ മറ്റേതൊരു ഇവന്റ് മാനേജ്മെന്റ് ആണോ കൊടുത്തത്? ഇത്ര പോലും ചിന്തിക്കാതെയാണ് ഒരു ഓഡിറ്റിംഗ് ഏജൻസി ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കും ഗോപികൃഷ്ണൻ വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് ഇവർ കള്ളത്തരം. ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഇതിനകത്ത് നടത്തിയ തീവട്ടിക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യാണ്. ഇനി ഞാൻ ഓഡിറ്റിംഗ് ഏജൻസിനെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തിയേക്കാം പുറത്തു വന്ന് പറയാതിരിക്കാൻ. പക്ഷേ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ബില്ല് കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്, അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിലാണെങ്കിൽ ഏത് ഓഡിറ്റിംഗ് ഏജൻസി ചോദിക്കില്ലേ? അപ്പം ചോദിക്കില്ലേ, ഇതെന്താ നിങ്ങൾ ഇവർക്ക് വേണ്ടി ഇൻവോയ്സ് വേറെ ആണല്ലോ, പൈസ നിങ്ങൾ വേറെ ആൾക്കാണല്ലോ കൊടുത്തത് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വാദങ്ങളുമായി വരികയാണ്. ഇതില് ശ്രീ രാജു പിതാർ, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. അതായത് എത്രയാണ് പിന്നെ സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയിട്ടുള്ളത്, ആ തുക തിരിച്ചടച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രശാന്ത് വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം സംഭവിക്കുന്ന പിഴവുകൾക്ക് പോലും ഞങ്ങൾ കേൾക്കുന്ന പേരുദോഷം എത്ര ഭയങ്കരമാണ് എന്നാണ് അദ്ദേഹം ഈ ശബരിമല സ്വർണ്ണക്കൊളയും ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൊക്കെയുള്ള പ്രതികരണമായി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ച എന്ന നിലയിലാണ് ഇതിനെല്ലാം അവതരിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ ഈ പറയുന്ന പത്മകുമാറും അതുപോലെ തന്നെ മറ്റേ വിജയകുമാറും ശങ്കർദാസും ഒക്കെ ജയിലിൽ കിടക്കുന്നത് ഇല്ലേ? ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയ വീഴ്ച എന്ന് പറഞ്ഞിട്ടല്ലേ? എന്തായിരുന്നു അവസാനം കോടതി കണ്ടെത്തിയത്? പത്മകുമാർ സ്വന്തം കൈപ്പട കൊണ്ട് തിരുത്തിയതാണെന്നല്ലേ കണ്ടെത്തിയത്? അതിനല്ലേ 90 ദിവസത്തിനടുത്തായിട്ട് ജയിലിൽ കിടക്കുന്നത്? പിന്നെ ഏത് PS പ്രശാന്ത? ഹൈക്കോടതി 2 തവണ പറഞ്ഞ 2019 ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ 2024 ജൂലൈയിൽ മകരവിളക്ക് വരുന്നു, അതിനു മുമ്പായിട്ട് ഈ പ്രഭഭംഗിയ ദ്വാരപാലക ശില്പവും എല്ലാം രണ്ടാമത് പ്ലേറ്റ് ചെയ്യണം, അതുകൊണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ സമയമില്ല, ചെന്നൈക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു തിടുക്കം ഉണ്ടാക്കിയിട്ട് കോടതിന് മുമ്പിൽ ചെന്നു. അവരും ദേവസ്വം കമ്മീഷൻ പറഞ്ഞു ഇപ്പം കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. മകരവിളക്ക് ഒക്ടോബർ 2025 തുടങ്ങി, ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവസാനിച്ചു. പിന്നെ ഒരു തിടുക്കവും ഇല്ല. അവസാനം ജൂലൈ 2025 ആയപ്പോൾ വീണ്ടും തിടുക്കം വന്നു. മകരവിളക്കിന് മുമ്പായിട്ട് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകണം. എന്താ കോടതി പറഞ്ഞത്? ഈ 2019 ക്രമക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഈ 2 പ്രാവശ്യവും അനാവശ്യമായ തിടുക്കം കാണിച്ച് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. ആ PS പ്രശാന്ത് അല്ലേ ഇപ്പോൾ വന്നിട്ട് പറയുന്നത്? എന്ത് വിശ്വാസതയാ ഈ കാട്ടുകൊള്ളകൾക്കുള്ളത്, ഈ കൊള്ളക്കാർക്കുള്ളത്? ഹൈക്കോടതി 2 ഉത്തരവിലാണ് പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ സമയത്തെക്കുറിച്ച്. എന്നിട്ട് സർക്കാരിന്റെ സംരക്ഷണയിൽ മാത്രം നിൽക്കുന്നത്. 2 തവണ ചോദ്യം ചെയ്തില്ലേ? ഗോപികൃഷ്ണൻ ഞാനും അറിഞ്ഞില്ലല്ലോ, PK ഗോപൻ അറിഞ്ഞിട്ടുണ്ടാവും, ഞാനും അങ്ങോ അറിഞ്ഞില്ലല്ലോ. ചോദ്യം ചെയ്തത് 4 ദിവസം കഴിഞ്ഞല്ലേ അറിയുന്നത്? 2 പ്രാവശ്യവും. അങ്ങനെ സർക്കാരിന്റെ സംരക്ഷണയിൽ നിൽക്കുന്ന ഈ ശബരിമല കൊള്ളയിലെ പ്രധാന കിങ് പിൻ പറയുന്ന വാക്കുകളൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ വാക്കുകൾ നേരത്തെ പറഞ്ഞെടുത്താണ് ഇപ്പോൾ 9ഓളം CPMകാർ ജയിലിൽ കിടക്കുന്നത് അയ്യപ്പന്റെ മുതൽ കട്ടതിന്. അപ്പൊ അതുകൊണ്ട് ഇത് കറക്ക് കമ്പനിയാണ്. കറക്ക് കമ്പനി നടത്തി കടകാലിയാക്കൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ CPM. കടകാലിയാക്കൽ വിൽപ്പന. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഇനി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കടകാലിയാക്കൽ വിൽപ്പന കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ദേവസ്വം ബോർഡ് ബെഞ്ചിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടന്ന ഒരു പരിപാടിയിൽ പോലും ഇതാണ് കാണിച്ചതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് പറയാൻ കഴിയില്ല, വിശ്വാസികൾ ഉള്ളതുകൊണ്ട് പറയുന്നത് ശരിയല്ല. പക്ഷേ അവിടെ ചെന്ന് ഈ പറയുന്ന വലിയ വ്രതവും ഒക്കെ എടുത്ത് 100 കണക്കിന് കിലോമീറ്റർ അന്യസംസ്ഥാന മനുഷ്യരൊക്കെ നടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്നതിനെ കണ്ട് തൊഴുന്നത് എന്താണ് എന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന അവസ്ഥയിലല്ലേ? ദ്വാരപാലക ശില്പവും വാതിൽപ്പാളിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത റൗണ്ടിൽ വരാം. ഞാൻ ശ്രീ ജിതിൻ ദേവിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ ജിതിൻ ദേവ്, ഇന്നിപ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ളത് ശബരിമല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ്. അതിൽ അവരുടെ വിശദീകരണം, അവരുടെ ചില ന്യായങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണത്തെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഗോപികൃഷ്ണൻ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ നിലവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. നോക്കൂ, ഇന്നലെ വരെയൊക്കെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളും
സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ട് എന്താണ്, ഇത് വെറും എസ്റ്റിമേറ്റ് മാത്രമാണ്, അത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നല്ലോ അവരുടെയൊക്കെ വാദം. ഇന്ന് ദേവസ്വം ബോർഡ് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഓഡിറ്റ് നടന്നിട്ടുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ പി കെ ഗോവൻ പറഞ്ഞില്ലേ, സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലാതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്നത്. ആർക്ക് വേണം നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ അനുമതി സ്പെഷ്യൽ കമ്മീഷണർക്ക് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? അദ്ദേഹം ഓഫീസർ ഓഫ് ദി കോർട്ടാണ്. അദ്ദേഹത്തിന് ആരുടെ അനുമതി ആവശ്യമില്ല. ദേവസ്വം ബോർഡിന്റെ അനുമതിയൊന്നും അദ്ദേഹത്തിന് വാങ്ങിക്കേണ്ട കാര്യമില്ല. 45 ദിവസത്തിനകം ഇതിന്റെ കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ കൊടുക്കണമെന്നും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് നയാ പൈസ ചെലവാക്കരുതെന്നും ഹൈക്കോടതിയുടെ കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിട്ടുമാണ് ഇത്ര വലിയ തീവട്ടിക്കൊള്ള അവിടെ നടന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഗോപികൃഷ്ണൻ നോക്കൂ, എന്തുമാത്രം തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസ്, ഏത് നന്ദഗോവിന്ദം ഭജൻസ്? ഈ സ്ഥാനത്ത് വല്ല അലോഷിയുടെ പേര് വെച്ചാൽ ഒരുപക്ഷെ എങ്ങനെ അംഗീകരിച്ചേനെ, അങ്ങേര് പറഞ്ഞേനെ ശരി ഞാൻ അവിടെ പോയി പാടിയിട്ടുണ്ട്, അത് രഹസ്യമായിട്ട് ഞാൻ പോയി പാടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ള ബ്രാൻഡുകളെ നിങ്ങൾ എന്തിനകത്ത് വലിച്ചഴിച്ചു? ഏത് പ്രതിനിധിയാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുവന്നത്? എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ മൂന്നാറും ഈ എന്താണ് കുമരകത്തും ഒക്കെ കൊണ്ടുവന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലെടുത്ത് ഇവരെ താമസിപ്പിച്ചത്? പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ചത് എന്താണ്? കല്ലും മുള്ളും കാലിൽ കുത്തി എന്നൊക്കെയല്ലേ പ്രസംഗിച്ചത്? ഏത് പ്രതിയുടെ കാലിലാണ് കല്ലും മുള്ളും കുത്തിയത്? ആരാണ് ഈ കടക്ക അടിച്ചുകൊണ്ട് പോയത്? 150 കടക്കകൾ വാങ്ങിച്ചു, 50 കടക്കകൾ കാണാനില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു. ഇത് ആരടിച്ചുകൊണ്ട് പോയി? ഏത് ഊച്ചാളി സഖാവ് അവിടെ കയറി കൂടിയത്? ആർക്കാണ് നിങ്ങൾ ഇത്ര വലിയ മൃഷ്ടാന്റെ ഭോജനം അവിടെ ഒരുക്കിയത്? എന്തുമാത്രം പൈസയാണ് നിങ്ങൾ ദൂർത്തടിച്ചിരിക്കുന്നത്? ഇൻപുട്ട് ടാക്സ് GST ഇനത്തിൽ നിങ്ങൾ 1 കോടി, ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു 1 കോടി രൂപയ്ക്ക് മുകളിൽ 18% GST ഇനത്തിൽ 18 ലക്ഷം രൂപ ഇൻപുട്ട് ടാക്സ് കിട്ടേണ്ടത്. യാതൊരു ബില്ലും ഇല്ല, GST നമ്പറും കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. നന്ദഗോവിന്ദം ഭജൻസിന്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം താങ്കൾ കേട്ടില്ലേ? അതായത് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധമായി ഉണ്ടായ ഒരു പിശകാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിക്കുന്ന രീതിയിലൂടെ തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയതെന്നാണ് അവരുടെ വിശദീകരണം. അശ്രദ്ധമായ പിഴവാണെങ്കിൽ ആ വിജയൻ അസോസിയേറ്റ്സിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ പിടിച്ചു ചന്തിക്ക് പിഴ കൊടുക്കണം. കാരണം ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവോയിസും കൃത്യമായ ബില്ലും ഇല്ലാതെ ഓഡിറ്റ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇവർ ഫേക്ക് ബില്ലുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുന്നേ. ആ ബില്ല് വെച്ചിട്ടാണ് ആ ചാർട്ടേഡ് അക്കൗണ്ട് ഏജൻസി ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ നന്ദഗോവിന്ദം ഭജൻസ് എന്താണെന്നും ഇഷാൻ ദേവ് എന്തെന്നും തിരിച്ചറിയാൻ പറ്റുന്നവരാണോ? അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഗോപികൃഷ്ണ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇഷാൻ ദേവിന് പരിപാടി അവതരിപ്പിക്കാനും റിഹേഴ്സലിനും വേണ്ടിയിട്ട് ആർക്കായിരുന്നു മുട്ടി നിന്നെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇഷാൻ ദേവിനെ കൊണ്ടുവന്ന് പാട്ട് പഠിപ്പിച്ച് ഭജന സംഘം പഠിപ്പിച്ച് പരിപാടി അവതരിപ്പിക്കേണ്ട സാഹചര്യം ആർക്കാണ് ഉണ്ടായിരുന്നത്? ഇത് മൊത്തത്തിൽ അടിപിടി തട്ടിപ്പാണ്, ദൂർത്തടിക്കാനായിട്ടുള്ള അവസരമാണ്. ഇവരുടെ PR വർക്ക് നടത്തിയിട്ടുള്ള അയ്യപ്പനെ കാണാൻ ആൾക്കാർ വരേണ്ടത്. ലക്ഷക്കണക്കിന് മനുഷ്യൻ, 10-30 ലക്ഷം മനുഷ്യൻ എല്ലാ കൊല്ലവും ശബരിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നാട് മൊത്തം VN വാസവന്റെയും ശ്രീ പിണറായി വിജയന്റെയും വെളുക്ക ചിരിയിരിക്കുന്ന നാട് മൊത്തം ഹോർഡിങ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു PR ഷോ നടത്തേണ്ടത് അയ്യപ്പന് വേണ്ടിയിട്ടായിരുന്നു. ഇവർക്കായിരുന്നു PR ഷോയുടെ ആവശ്യം. അയ്യപ്പനെ ഉപയോഗിച്ച് PR ഷോ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചപ്പോഴേ നിങ്ങളുടെ കാലക്കേട് തുടങ്ങി. എന്ന് നിങ്ങൾ സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച് തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളുടെ കാലക്കേട് ആരംഭിച്ചതിൻ്റെയാണ്. പോറ്റിയുടെ കൂട്ടാളിയും എല്ലാവരും ഈ കൊള്ള സംഘത്തിന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയേണ്ടി വന്നതും പോറ്റിയും കൂട്ടാളികളും നിങ്ങളുടെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള CPM സഖാക്കന്മാർ ജയിലിലേക്ക് പോയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതും അയ്യപ്പൻ കരുതി വെച്ച ശിക്ഷ കൊടുത്തു എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. കാരണം ഈ 90 ദിവസം ഇവർ ജയിലിലിട്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. ഇവരൊക്കെ ഇറങ്ങിപ്പോകും ഗോപികൃഷ്ണൻ. ഇവരെ ഒന്ന് 10-12 കൊല്ലം കഴിഞ്ഞ് കേസിന്റെ ഒക്കെ വിധി വരുമ്പോൾ തെളിവില്ലെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഇറങ്ങി വരുമ്പോഴും CPM നേതൃത്വം നമ്മളെ നോക്കി ഇളിച്ചോണ്ടി. അന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഈ സാധനമൊക്കെ തീർന്നു പോയാൽ ഉണ്ടാവത്തില്ല കേട്ടോ, ഇളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും ദൂർത്തടിയാ. നോക്കൂ, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ 45 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം എന്ന കർശന നിർദ്ദേശത്തിൽ നടത്തിയ ഈ പരിപാടിയിൽ ഇമാതിരി ദൂർത്താണെന്നുണ്ടെങ്കിൽ മറ്റു പരിപാടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു പ്രമുഖ നടനെ ആദരിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ലാൽ സലാമോ എന്തൊരു പരിപാടി നടത്തിയിട്ടില്ലേ? എത്ര കോടി രൂപയെ പൊടിച്ചത്? അതിൻ്റെയൊക്കെ കണക്കെടുത്ത് പരിശോധിക്കണം. ഇവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന് സബ് കോൺട്രാക്ട് കൊടുത്തവരുടെ യാതൊരു വിവരമില്ലെന്നാണ് ഓഡിറ്റ് പറയുന്നത്. ആർക്കാണ് കൊടുത്തതെന്നോ അവരുടെ ബില്ലോ ഒന്നുമില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ കൊള്ള സംഘമാണ്, കുറുവ സംഘമാണ്. അടിച്ചു മാറ്റി നശിപ്പിച്ച് ശബരിമലയുടെ വിശ്വാസം തകർത്ത് കളങ്കിതമാക്കി ഈ വിശ്വാസങ്ങളെ തകർക്കാനായിട്ട് തീരുമാനിച്ച ഒരു നിരീശ്വരവാദി സംഘം നടത്തിയിരിക്കുന്ന കെങ്കേമമായ തട്ടിപ്പ് നിങ്ങൾ അധികാരമൊന്നും മുമ്പോട്ട് പോകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾ ഊരാളുങ്കലിനെ നിങ്ങൾ TSP ആക്കിയിട്ടുണ്ട്, ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ ആക്കിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോഴാണ് തോന്നുന്നത് അനുമതി കൊടുത്തത്. പക്ഷേ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന് ആരാണ് ഈ പദവി കൊടുത്തത്? നിങ്ങൾ ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും CPM നേതൃത്വം, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പറയേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾക്ക് ഡോക്ടർ പി കെ ഗോപന്റെ മറുപടി എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഡോക്ടർ പി കെ ഗോപൻ, ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. അതിൽ 2 കാര്യങ്ങൾ കൂടി. അതായത് ഒന്ന്,
യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ വിശദീകരണം എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പൂർണ്ണമായ വിശദീകരണം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇത് പിഴവ് സമ്മതിക്കലില്ല, മറ്റൊരർത്ഥത്തിൽ ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ, വിവരങ്ങൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ കടന്നുകൂടി, അതാണ് കോടതിയിൽ സമർപ്പിച്ചത് എന്നൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുമ്പോൾ പിഴവുകൾ സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ? രണ്ടാമത്തെ കാര്യം, ചിലവ് എത്ര, അതായത് എത്ര കോടി രൂപ ചിലവായി ഈ അയ്യപ്പ സംഗമത്തിന് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ കണക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ? പിന്നെ കോടതി അംഗീകരിച്ചിട്ടില്ല ഈ കാര്യങ്ങളെന്ന് താങ്കൾ പറയുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ഈ രണ്ടുപേർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. ശ്രീ ഗോപികൃഷ്ണ, ഇതൊരു സാമ്പത്തിക കാര്യങ്ങളല്ലേ, നമുക്ക് ഡേറ്റാസ് വെച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞതിൽ എനിക്ക് പ്രതികരിക്കാറുണ്ടല്ലോ. ആ ഡേറ്റാസ് വെച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ ആ വാക്ക് പറയുന്നത്, അയാളുടെ ഉള്ളിലിരിപ്പാണോ വ്യക്തമാകുന്നത്, പറയുന്ന ആളിൻ്റെയാണോ വ്യക്തമാകുന്നത്? ഊച്ചാളി സഖാവ് എന്നൊക്കെയുള്ള വാക്ക്, ഈ ശാഖകളിൽ ഉപയോഗിക്കുന്ന ഊച്ചാളി എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏതെങ്കിലും പ്രവർത്തകർക്കെതിരെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? അവരവരതെടുത്ത് പറയുമ്പോൾ അവരവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ് പുറത്തു വരുന്നത്. ദയവായിട്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ കട്ടിലും മെത്ത എടുത്തുകൊണ്ടൊന്നും സഖാക്കന്മാരാരും പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഫർണിച്ചർ ആൻഡ് മിസ്സെലീനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ്, നിലവിലുള്ള ഗസ്റ്റ് ഹൗസ്, ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസ് നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 3,83,439 രൂപ ചിലവാക്കിയേക്കുന്നത്. ശ്രീ ഗോപികൃഷ്ണ, അങ്ങയുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ വീട് നവീകരിക്കില്ലേ? ഈ ഫർണിച്ചറുകൾ വല്ലതും അന്നത്തേക്ക് മാത്രമുള്ളതാണോ? അതിന് എന്തുമാത്രം ആക്ഷേപമാണ് മുഖ്യമന്ത്രിക്ക് കടക്കാൻ കട്ടിൽ പണിഞ്ഞെന്നും അവിടെ മെത്ത എടുത്തുകൊണ്ട് പോയെന്നും. നമ്മളൊരു കാര്യം പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് വിശ്വാസപ്രദമായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോൾ ആ രൂപത്തിൽ കാണണം ഇതിനെ. അതല്ലാതെ ആക്ഷേപവാക്കുകൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്, അവിടെ ആക്ഷേപിക്കുക. പക്ഷേ ഇതുപോലൊരു ഫ്ലോറിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ ഇത് കാണണം കാര്യങ്ങളെ. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് സംഗമം സംഘടിപ്പിച്ചത്? തിരിച്ച് ഞാൻ BJPയുടെ ജതിൻ ദേവനോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് സംഗമം സംഘടിപ്പിച്ചത്? നിങ്ങൾ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് അവിടെ സംഗമത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചെങ്കോട്ടുകോണം സ്വാമിയെ കൊണ്ടുവന്ന് വാവരിൻ്റെ നട തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ആചാരം പാടില്ല, അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സംഘടിപ്പിച്ച എന്തിനാ സംഗമം? ഗവൺമെൻറ്റിൻ്റെ സംഗമത്തിന് ബദലായിട്ട് നിങ്ങൾ സംഘടിപ്പിക്കേണ്ട കാര്യം എന്താ അങ്ങനെയാണെങ്കിൽ? അപ്പം നിങ്ങൾ സംഗമം സംഘടിപ്പിച്ചാൽ അത് പ്രയോജനപ്രദമായ കാര്യവും സർക്കാർ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യമൊന്നും വിലയിരുത്തേണ്ട കാര്യം എന്താ? ഇനി നിരീശ്വരവാദികളുടെ കൂട്ടക്കൊള്ള. നിരീശ്വരവാദിയാണോ സാർ തന്ത്രി? നിരീശ്വരവാദിയാണോ സാർ പോറ്റി? നിരീശ്വരവാദിയാണോ മുരാരി ബാബു? നിരീശ്വരവാദിയാണോ ബൈജു? നിരീശ്വരവാദിയാണോ ജയശ്രീ? ഇവരെല്ലാം കൂടെ അല്ലേ ഒരു കൊള്ളയടിച്ചുകൊണ്ട് പോയത്? ഇനി ഇവരെല്ലാം കൊണ്ടുവന്ന് ചരട് കെട്ടിക്കൊടുത്ത ആളുകൾ നിരീശ്വരവാദികളാണോ? ഇതൊന്നും അല്ലല്ലോ. അപ്പം നിരീശ്വരവാദികളും വിശ്വാസികളുടെ അല്ല അവിടെ പ്രശ്നമുള്ളത്. കൊള്ളക്കാർ തന്നെയാണ്. അതിനകത്ത് നിരീശ്വരവാദവും വിശ്വാസമൊന്നുമില്ല. ഇനി ശ്രീ രാജു പി നായരെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. അങ്ങും ജതിൻ ദേവും പറഞ്ഞു സ്പെഷ്യൽ കമ്മീഷണറുടെ ആധികാരികതയെക്കുറിച്ച്. അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ അങ്ങിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഓഡിറ്റ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എക്സിറ്റ് മീറ്റിംഗ് വിളിക്കും. പ്രസിഡൻറ്റിൻ്റെ സൗകര്യാർത്ഥം മീറ്റിംഗ് വിളിക്കും. അതിൽ നമ്മൾ ഫിനാൻസിൻ്റെ വിങ്ങിനെയും സെക്രട്ടറിയെ കൂടെ പങ്കെടുപ്പിച്ചിട്ട് ഓഡിറ്റുകാർക്ക് പറയാനുള്ള പരാതി കേൾക്കും, അവരുടെ അഭിപ്രായം കേൾക്കും, അതിനകത്ത് ക്ലാരിറ്റി വരുത്തി കൊടുക്കും. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകണം. ദേവസ്വം ബോർഡുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഹൈക്കോടതി എംപാനൽ ചെയ്ത ഒരു അസോസിയേറ്റ്സാണ് അവിടെ ഓഡിറ്റ് നടത്തുന്നത്, അല്ലാതെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച ഓഡിറ്റ് അല്ല. അവരുടെ പേര് ചന്തിക്ക് അടി കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരെ നിശ്ചയിച്ചത് ഹൈക്കോടതി തന്നെ അംഗീകരിച്ച ഒരു അസോസിയേറ്റ്സാണ്. അത് വർഷങ്ങളായിട്ട് തുടരുകയാണ്. അവർ ചെയ്യേണ്ടത് ജോലി അവർ ചെയ്തിട്ടില്ല. അവർ ദേവസ്വം ബോർഡിനെ വിശ്വാസം എടുത്തിട്ടില്ല. ICക്കാണ് കരാർ കൊടുക്കുന്നത്. ICC എന്ന് പറയുമ്പോൾ അവർക്ക് കരാർ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ICC ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല. അതൊരു സർക്കാർ സ്ഥാപനമാണ്. ആ സർക്കാർ സ്ഥാപനത്തിന് ഇക്കാര്യത്തിലുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ കിഫ്ബിയുടെ എംപാനിൽ വന്നിട്ടുള്ളതാണ്. അങ്ങനെ എംപാനെന്ന് പറഞ്ഞാൽ പന്തലും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടവർക്ക് പരിചയമുണ്ട്. വളരെ പെട്ടെന്നൊരു പന്തൽ തയ്യാറാക്കണം. അതിന് നമുക്ക് സ്വകാര്യ വ്യക്തി ഏൽപ്പിക്കാൻ പറ്റത്തില്ല. സർക്കാർ ഏജൻസി ആകുമ്പോൾ അതിന് ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പന്തലേൽപ്പിച്ചത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഇതിൻ്റെ തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പറഞ്ഞൊരു കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. 4,99,00,000 രൂപ ഇതിന് ചിലവായിട്ടുണ്ട്. അതിൽ 3 കോടി രൂപ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 1 കോടി രൂപ അദാനിയുടെ ഓഫറുണ്ട്. ഇനി 1 കോടി രൂപയാണ് കിട്ടാനുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അവ്യക്തതയില്ല. ഇനി നന്ദഗോപൻ്റെ കണക്ക്. നന്ദഗോപൻ്റെത് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ഒരു ക്രോസ് ചെക്കിങ് നടത്താതെ
സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വാർത്തയാണെന്ന് കണ്ടുകൊണ്ട് ഒരു ക്രോസ് ചെക്കിംഗ് നടത്താതെ, ഇന്നും അവരങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, ഒരു കള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോസ് ചെക്കിംഗ് നടത്താതാണ് നന്ദഗോപനെ അവിടെ പരിപാടിക്ക് വിളിച്ചു, IIIC പരിപാടിക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ യൂണിറ്റിന് അന്ന് അസൗകര്യമാണ്. അതുകൊണ്ട് ഇവർ ഇഷാൻ ദേവിനെ ബന്ധപ്പെട്ടു. ഇഷാൻ ദേവ് പറഞ്ഞു, ഷോർട്ട് ടൈമിൽ ഞങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഗാനം പാടാൻ പ്രയാസമുണ്ട്. പക്ഷേ അവരതിന് തയ്യാറായി. 5 ദിവസത്തെ റിഹേഴ്സൽ നടത്തി. അവർ 25 ആർട്ടിസ്റ്റുകൾ വന്നു, 10 ടെക്നീഷ്യന്മാർ വന്നു, 8 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു. 5 ദിവസത്തെ റിഹേഴ്സലും അതിൻ്റെ ചെലവുകളും എല്ലാം കൂടെ അവർ 8 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കൊടുത്തു. അവർക്ക് 4 ലക്ഷം രൂപ തൽക്കാലത്തേക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. പിന്നീട് അവിടെ വേറൊരു പരിപാടി നടന്നല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വിജയ് യേശുദാസ്, വീരവാണി, സുദീപ്, അവർ സെലിബ്രിറ്റികളുടെ ഗാനമേള നടന്നു. അവിടെ അയ്യപ്പ ഗാനമേള നടന്നു. അതിന് 28 ലക്ഷം രൂപ, അതിന് 14 ലക്ഷം രൂപ കൊടുത്തു. ഈ നന്ദഗോപൻ എന്ന് പറയുന്ന ആളിന് അവിടെ പൈസ കൊടുത്തിട്ടില്ല. അവരെ പരിപാടിക്ക് വിളിച്ച ഒരു പ്രപ്പോസൽ വെച്ചിട്ടാണ് ഈ ഓഡിറ്റ് വിങ് അവർ കൈപ്പറ്റിയ റെസിപ്റ്റ്, അവർ പണം കൈപ്പറ്റുന്ന രേഖ, വൗച്ചർ പരിശോധിക്കാതെയാണ് നന്ദഗോപന്റെ പേര് ഇല്ലാതെ വാർത്ത കൊടുത്ത പത്രം എന്ന ഒരു ആരോപണം താങ്കൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. എന്ത് ക്രോസ് ചെക്കിംഗ് ആണ് ദേവസ്വം ബോർഡ് നടത്തിയത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ? IIIC സമർപ്പിച്ചിട്ടുള്ള ബില്ലുകൾ, ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള ചെലവുകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു. അപ്പോൾ ഏത് ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ രേഖകൾ അല്ലെങ്കിൽ ആ വിവരങ്ങൾ ഓഡിറ്റിന്റെ ഭാഗമായത്? ഇനി ഒരു എസ്റ്റിമേറ്റ് വെച്ചിട്ടാണോ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? അവിടെ രാജു പി നായർ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ. ആക്ച്വൽസും അതിന്റെ ബില്ലുകളും സമർപ്പിച്ചുകൊണ്ടല്ലേ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നത്? അപ്പോൾ എന്ത് ഉത്തരവാദിത്തത്തിലാണ് ദേവസ്വം ബോർഡ് ഇങ്ങനൊരു ഏജൻസിയെ ഓഡിറ്റിങ്ങിന് ഏൽപ്പിച്ചതും? എന്ത് ക്രോസ് ചെക്കിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനൊരു റിപ്പോർട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറിയത്, പിന്നെ അത് ഹൈക്കോടതിയിലെത്തിയതും? ഇതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അങ്ങ് ഇത് കേൾക്കാത്തതാണോ അതോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? ഈ ഓഡിറ്റ് വിങ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി എംപാനൽ ചെയ്ത് വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് ഇങ്ങോട്ട് LDFന്റെ ദേവസ്വം ബോർഡ് അധികാരത്തിൽ വന്നൊരു പുതിയ ഓഡിറ്റ് വിങ്ങിനെ ഏൽപ്പിച്ചതല്ല. ആ ഓഡിറ്റ് വിങ്ങാണ്. ഈ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ഓഡിറ്റ് വിങ് ദേവസ്വം ബോർഡിൻ്റെ നടത്തിയ പരിപാടി അവരിതിൻ്റെ ഈ ബില്ല് വെച്ചിട്ട് ക്ലാരിഫൈ ചെയ്യണമായിരുന്നു. അതിന് പകരം നന്ദഗോപൻ്റെ പേര് വെച്ച് ഒരു എമൗണ്ട് തയ്യാറാക്കി. അവരാദ്യം 8 ലക്ഷം രൂപ നന്ദഗോപന് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് എമൗണ്ട് തയ്യാറാക്കി. ആ പ്രപ്പോസൽ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇഷാൻ ദേവിന്റെ പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്. നാട്ടുകാർ എനിക്ക് മനസ്സിലാകാത്തതല്ല ഞാൻ ചോദിക്കുന്നത്. ദേവസ്വം ബോർഡിന് വേണ്ടി നടത്തിയ ഓഡിറ്റ് എന്ന റിപ്പോർട്ടാണോ കോടതിയുടെ മുൻപാകെ എത്തിയിട്ടുള്ളത്? അതോ ദേവസ്വം ബോർഡിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഓഡിറ്റ് റിപ്പോർട്ടാണോ കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത്? എന്താണ് സമർപ്പിച്ചിട്ടുള്ളത്? 45 ദിവസത്തിനകം വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച സുതാര്യമായ കണക്കുകൾ സമർപ്പിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെ ഞങ്ങൾ ധൃതിപ്പെട്ട് നൽകിയതാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ വിശദീകരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ഉണ്ടോ ഇല്ലയോ? ഇപ്പൊ താങ്കൾ പറഞ്ഞു ഞങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്ററുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ നടന്ന ഒന്ന് എന്ന നിലയിലാണോ കോടതി അത് പരിഗണിക്കാൻ പോകുന്നത്? അല്ല ഗോപികൃഷ്ണ, അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ അനുവാദത്തോടുകൂടി കൊടുക്കേണ്ടുന്ന റിപ്പോർട്ട് തന്നെയാണത്. ദേവസ്വം ബോർഡിൻ്റെ പെർമിഷനോടുകൂടി അല്ല റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവസ്വം ബോർഡുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത്, ദേവസ്വം ബോർഡിൽ ഫിനാൻസ് വിങ് ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിലെ ഫിനാൻസ് വിങ്ങുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്തിട്ടല്ല ഇത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പെശക് ആർക്കെന്നുള്ളത് 27-ാം തീയതിയോടുകൂടി വ്യക്തമാകട്ടെ, അല്ലെങ്കിൽ 17-ാം തീയതിയിൽ ദേവസ്വം ബോർഡ് മീറ്റിങ്ങിലൂടെ വ്യക്തമാകട്ടെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കാര്യം കൂടി നമ്മൾ കാണണ്ടേ? ദേവസ്വം ബോർഡ് മാറുന്നു, പുതിയ ദേവസ്വം ബോർഡ് വരുന്നു, മണ്ഡലവിളക്കുകാലം വരുന്നു, വലിയ റഷിലേക്ക് വരുന്നു, വലിയ പ്രയാസത്തിലേക്ക് പോകുന്നു. അതിൻ്റെ നടത്തിപ്പുകൾ കാര്യമില്ലേ? അപ്പോൾ ഈ അസോസിയേറ്റ്സ് എടുക്കേണ്ടുന്ന, ഓഡിറ്റ് വിങ് എടുക്കേണ്ടുന്ന ഒരു ജോലി, ഇപ്പോൾ സർക്കാരിൻ്റെ ഓഡിറ്റ് വിങ് എന്താ ചെയ്യുക? CAG ആണ് എന്താ ചെയ്യുക? ആ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ രാജു പി നായർ പറഞ്ഞ ആ മീറ്റിംഗ് ഉണ്ടല്ലോ, ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് ക്ലാരിഫിക്കേഷൻ വരുത്തിയപ്പോൾ ഓഡിറ്റുകാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരതുപോലെ കാണിക്കും. ഓഡിറ്റിനകത്ത് അവർ കുറി എഴുതി വെക്കും. നമ്മൾ എത്ര വിശദീകരണം കൊടുത്താലും നമ്മുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അവർ കുറി എഴുതി വെക്കും. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരത് ചെയ്യുകയും വേണം. കാരണം അതിനാണ് ഓഡിറ്റുകാരെ ഏൽപ്പിക്കുന്നത്. നമ്മൾ പറയുന്ന വിശദീകരണം എല്ലാം കേട്ട് തത്തിപ്പത്തി വിടാനുള്ള ജോലിയല്ല ഓഡിറ്റുകാർക്ക്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താ? അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ നന്ദഗോപനെ പ്രപ്പോസ് ചെയ്യുന്നു, പരിപാടി ഇഷാൻ ദേവ് നടത്തുന്നു. ബില്ല് കൈപ്പറ്റിയ നന്ദഗോപൻ അല്ലല്ലോ സാർ, ഇഷാൻ ദേവിൻ്റെ ആൾക്കാരാണല്ലോ, അവരുടെ മാനേജറോ മറ്റോ ആയിരിക്കുമല്ലോ ഈ ബില്ല് കൈപ്പറ്റിയത്. അപ്പോൾ ആ വൗച്ചറാണോ കൊടുത്തത്? നന്ദഗോപൻ്റെ വൗച്ചറാണോ കൊടുത്തത്? ഇതിൻ്റെ ഉത്തരവാദിത്വം ഓഡിറ്റ് വിങ്ങിനല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവരുടെ അംഗീകാരത്തോട് കൊടുക്കേണ്ട ബില്ലല്ലല്ലോ കൊടുത്തത്. അതാണല്ലോ ദേവസ്വം ബോർഡ് പരാതിയായിട്ട് പറയുന്നതും. ഇനി അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധക്കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് 17-ാം തീയതി കൂടുമ്പോൾ നമുക്ക് പരിശോധിക്കാം. ദേവസ്വം ബോർഡിൽ ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണം. ദേവസ്വം ബോർഡ് എടുക്കണമെങ്കിൽ അങ്ങനെ, ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണമെങ്കിൽ അങ്ങനെ,
അതിന് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ലെങ്കിൽ ലോകത്തുള്ളവരെല്ലാം കൂടെ അത് ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് വിശദീകരണം ദേവസ്വം മന്ത്രി കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഗവൺമെൻറ് നേരിട്ട് ചെയ്ത കാര്യമല്ല, ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണം വരട്ടെ, അവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് കേൾക്കാതെ നമ്മൾ കാള പെറ്റെന്ന് കേട്ടപ്പോഴേ കയറെടുത്തുകൊണ്ട് ഇവിടെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറഞ്ഞേ, കോടിക്കണക്കിന് രൂപ, ലക്ഷം, ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഏത് 10 വർഷമായിട്ട് ഭരിക്കുകയല്ലേ ശ്രീ ഗോപികൃഷ്ണ? ഈ അസംബ്ലിക്കകത്ത് ഏത് അഴിമതി ആരോപണം ഉന്നയിച്ചേ? നേരെ മറിച്ച് ചൂരൽമലയിൽ പണം തരണമെന്ന് ഗവൺമെന്റ് ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ജനങ്ങൾ പണം കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ കോൺഗ്രസ് പറയുന്നു കൊടുക്കണ്ടെന്ന് പറയുന്നു, കോൺഗ്രസിന് കൊടുക്കാൻ പറയുന്നു. ആ കൊടുത്ത പണമാണ് പോയത്, നഷ്ടപ്പെട്ടത്. അതിന് ഉത്തരവാദിത്വം ഇല്ല. ശരി. അപ്പോൾ ജനങ്ങളുടെ ഏറ്റവും വലിയ ദുരന്ത കാലത്ത് പോലും അവരുടെ പിച്ചച്ചട്ടിയിലെ പണം കടത്തിക്കൊണ്ടുപോയവരാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ഈ അഴിമതി കേസ് ചൂരൽമല വിവാദമല്ല ഞാൻ പറഞ്ഞത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഡോക്ടർ പി.കെ. ഗോപൻ ഇവിടെ സംസാരിച്ച താങ്കൾ കേട്ടല്ലോ. ഇതിലെ മുഴുവൻ കുഴപ്പവും ഈ ഓഡിറ്ററുടേതാണ്, അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്ത കമ്പനിയുടേതാണ്. അവർ ഒരു തരത്തിലും ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്രോസ് ചെക്കിങ്ങിന് വിധേയമാക്കാതെ ഈ കണക്കുകളൊക്കെ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയതിലാണ് ഈ പാകപ്പിഴവുകളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എവിടെയെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. ഏതായാലും സർക്കാരിനും ഈ യാതൊരു തരത്തിലും ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് ഡോക്ടർ പി.കെ. ഗോപൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീ രാജു പി. നായർ, പിഴവുകളെല്ലാം ഓഡിറ്ററുടേത്, അതാണ് ഈ വലിയ അഴിമതി ആരോപണത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇതാണ് ഡോക്ടർ പി.കെ. ഗോപൻ പറഞ്ഞത്. മാത്രമല്ല ഈ കാര്യങ്ങളിൽ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ വിവരങ്ങളൊക്കെ 17-ാം തീയതി യോഗത്തിൽ കണ്ടെത്തട്ടെ, സർക്കാരിന് മറ്റൊന്നും ചെയ്യാനില്ല. അല്ല, ഡോക്ടർ പി.കെ. ഗോപൻ ഇവിടെ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ വൈരുദ്ധ്യങ്ങളെല്ലാം വളരെ വ്യക്തമായി. അദ്ദേഹം ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതും ഇതിൻ്റെ സത്യം അറിയുകയും ചെയ്തുകൊണ്ടായിരിക്കണം അബദ്ധത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ ഓഡിറ്റർ പറയുന്നത് അല്ലെങ്കിൽ പറയും, അവർ റിപ്പോർട്ട് കൊടുക്കും, ദേവസ്വം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഓഡിറ്റർ ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ വാസ്തവം. അദ്ദേഹം എൻട്രി മീറ്റിങ്ങിനൊക്കെ സംബന്ധിച്ചു, എക്സിറ്റ് മീറ്റിങ്ങിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. എൻട്രി മീറ്റിങ്ങും എക്സിറ്റ് മീറ്റിങ്ങും ഒക്കെ ഓഡിറ്റിംഗ് ഏജൻസി വരുന്നത് അവർ എക്സിറ്റ് മീറ്റിംഗ് നടത്തുമ്പോൾ അവരവിടുത്തെ പ്രൊസീജിയറൽ ലാപ്സസ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ പൊതുവായിട്ട് കാണുന്ന കാര്യങ്ങളുണ്ടാണ് പ്രസിഡന്റിനെയും അല്ലെങ്കിൽ ഭരണസമിതിയാംഗങ്ങളെയും അറിയിച്ചിട്ട് പോവുക. അതിനകത്തുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ ക്വറിയോ ഉണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾക്ക് അവർ കത്ത് കൊടുക്കും. അവർ കത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം കൊടുക്കണം. ആ വിശദീകരണം ഓഡിറ്റിങ്ങിന് തൃപ്തികരമായി കഴിഞ്ഞാൽ ആ റെഫറൻസ് അങ്ങ് മാറ്റും, അതിൻ്റെ ആ മെൻഷനിങ് മാറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ആ മെൻഷൻ അവിടെ നിൽക്കും. അത് വെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരം മേടിച്ചിട്ട് CAക്ക് റിപ്പോർട്ട് കൊടുക്കുമെങ്കിൽ പിന്നെ ഇതിനെ CA വെച്ചൊക്കെ നിങ്ങളൊക്കെ അംഗീകരിച്ചാൽ പോരെ? പി.കെ. ഗോപന് ലോകായുക്തയുടെ ഹാങ് ഓവറിലാണെന്ന് തോന്നുന്നു. ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കുറ്റം തീരുമാനിക്കാൻ മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചോളും, ഇൻ എഫക്ട് നിയമസഭ തീരുമാനിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുറ്റം മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ചോളും എന്ന് പറയുന്ന പോലെ ആ ഹാങ് ഓവറിലാണ് പറയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗീകാരവും ഓഡിറ്റിംഗ് ഏജൻസിക്ക് വേണ്ട. അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് ആണെങ്കിലും വേണ്ട, പബ്ലിക് ഓഡിറ്റിംഗ് ആണെങ്കിലും വേണ്ട, CAക്കും വേണ്ട. CA എന്താ? CA വെറുതെ നിങ്ങൾ കാശ് കൊടുത്തിട്ട് CA അവിടെ നിങ്ങൾ കൊടുക്കുന്ന കണക്ക് അംഗീകരിച്ച് തരാനിരിക്കുന്നവരല്ലോ. അതിൻ്റെ പൊരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്നവരല്ലേ. അവർ പൊരുത്തക്കേടുകൾ കണ്ടുപിടിച്ചിട്ട് ബോർഡിന് കൊടുത്തിട്ട് ബോർഡ് റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന് പറയുന്നത് എന്ത് ഒരു ലോജിക്കില്ലായ്മ പറയുന്നത്. ഏറ്റവും മിനിമം ഭാഷയിൽ പറഞ്ഞ ഒരു ലോജിക്കും ഇല്ലാത്തത്. അവർ പൊരുത്തക്കേടുകൾ കണ്ടുപിടിച്ചു. ആ പൊരുത്തക്കേടുകൾ ഒരു ഓഡിറ്റിംഗ് ഏജൻസിയും എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റിംഗ് നടത്താൻ പറ്റില്ല. ഇൻവോയ്സുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓഡിറ്റിംഗ് നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളവാണ്. ഇവർ ഉദ്യോഗസ്ഥരുടെ തലക്കല്ല, ഉദ്യോഗസ്ഥരുടെ തലക്കാണ് നിൽക്കണ്ടെങ്കിൽ പി.കെ. ഗോപൻ ഇവിടെ വന്ന് ഈ പറയുന്ന ന്യായീകരണം ഒന്നും നടത്തില്ല. ഉദ്യോഗസ്ഥരല്ല, ഇത് മുഴുവൻ ഇവരാണ്. പി.കെ. ഗോപൻ ഇത്രയും നേരമായിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഊരാളുങ്കൽ ഇത് കൊടുത്തതെന്ന് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. IAATക്ക് അല്ലല്ലോ കൊടുത്തത്, ഊരാളുങ്കലല്ലേ കൊടുത്തത്. അപ്പം എന്താ ഊരാളുങ്ങളുടെ റോള്? IAAT കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിന് കമ്മീഷൻ മേടിക്കുകയാണോ? അതാണോ ഈ അദാനി അവിടെ നമ്മുടെ ഹൈക്കവേലി ചെയ്ത പോലെ 1900 കോടിക്ക് എടുത്തിട്ട് 900 കോടിക്ക് മറ്റൊരാൾക്ക് സബ് കോൺട്രാക്ട് കൊടുത്ത പോലെ? എന്താ ഊരാളുങ്കലിന്റെ റോഡ്? എന്തിനാ ഊരാളുങ്കലിന് കൊടുത്തത്? ഇനി ഊരാളുങ്കൽ ആരാ? ഊരാളുങ്കൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. മാസപ്പടി കേസ് വന്നപ്പോൾ ഈ കൊടുത്ത കമ്പനികളിൽ 10ഓളം കമ്പനികളിൽ ഒരു കമ്പനി ഊരാളുങ്കലിന്റെ പേരായിരുന്നു, ഇല്ലേ? നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ? അങ്ങനെയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഇത് ഒരു ഉത്തരവുമില്ലാതെ കൊടുക്കാൻ, ഒരു ടെൻഡറും ഇല്ലാതെ കൊടുക്കാൻ ഏത് ഉത്തരവെന്ന് ചോദിക്കാനും പി.കെ. ഗോപന് മറുപടിയില്ല. പിന്നെ ഇപ്പോഴത്തെ ദേവസ്വം കമ്മീഷണർ സുനിൽകുമാർ CPMന്റെ പ്രതിനിധിയാ, CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പൊ ഇവരെല്ലാം കൂടി ചേർത്ത് നടത്തുന്ന കൊള്ളയാണിത്.
ഈ അയ്യപ്പ സംഗമം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിഭാവനം ചെയ്തതാണെന്നാണ് അവിടെ സംസാരം. ഉണ്ണികൃഷ്ണൻ പോറ്റി വിഭാവനം ചെയ്ത് താൻ സ്പോൺസറെ കണ്ടെത്തി നടത്തിക്കോളാന്നാണ്. പാവം ആ സമയമായപ്പോഴത്തേക്ക് ജയിലിൽ പോയി ആ സമയമായപ്പോഴത്തേക്ക്. അതുകൊണ്ട് സ്പോൺസർ ഇല്ല. പിന്നെ ആര്? ധനലക്ഷ്മി ബാങ്ക്, ഇവരുടെ അക്കൗണ്ടുള്ള ഒരു ധനലക്ഷ്മി ബാങ്കും പിന്നെ ഒരു കേരള ബാങ്ക് പിന്നെ സർക്കാർ എവിടെ കൊണ്ടുപോയി മൈക്ക് വെച്ചാലും പണം കൊടുക്കാതിരിക്കുകയാണല്ലോ കേരള ബാങ്ക്. ഇവർ രണ്ടുപേരും മാത്രമാണ് സ്പോൺസർ. വേറൊരു സ്പോൺസറെ ഇവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പൊ അദാനി പൈസ തരും. എന്തായാലും അദാനിയുമായിട്ട് പൈസ തരും എന്നുള്ള ബന്ധമൊക്കെ നമുക്ക് എന്തായാലും മനസ്സിലായി. അദാനി പൈസ തരും എന്ന് കൊടുത്തേക്കണ ഉറപ്പ്. സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോൾ അദാനി സ്പോൺസർഷിപ്പ് കൊടുത്താൽ രക്ഷിക്കാൻ നിൽക്കുക. ഈ അദാനിയും സർക്കാരും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രമാത്രം വലിയ കൊള്ള അവിടെ നടത്തിയിട്ടുണ്ട്. ഈ എസ്റ്റിമേറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ കള്ളമാണ്. നന്ദഗോപൻ ഭജൻസിനെയൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപ കൊടുത്തു എന്ന് ചെയ്തിട്ട് അത് അവിടുത്തെ ഓഡിറ്റർ അത് നോക്കിയിട്ട് തെറ്റാണെന്ന് കരുതി എഴുതിയാന്നൊക്കെ പറഞ്ഞാൽ ആരെ വിശ്വസിപ്പിക്കാൻ പറയുന്നതാണ് ഈ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ, ഇപ്പൊ PK ഗോപൻ ജീവനക്കാർ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതല്ലേ ക്ഷേത്രക്കൊള്ള നടന്നപ്പോൾ ആദ്യം ഇവർ പറഞ്ഞത്? അവിടുത്തെ ദേവസ്വം കമ്മീഷണർ ആ ഓർഡർ തിരുത്തിയതാണ് എന്നല്ലേ പറഞ്ഞത്? മിനിറ്റ്സ് ഉണ്ടായില്ല. ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് അങ്ങനെയല്ല, സ്വർണ്ണപ്പാളി ഇതാണ്, അത് തിരുത്തിയത് ദേവസ്വം കമ്മീഷണർ എന്നല്ലേ പറഞ്ഞത്? അവസാനം അന്വേഷണം വന്നപ്പോൾ എന്തായി? പത്മകുമാർ സ്വന്തം കൈപ്പടയിലാണ് തിരുത്തിയത്, മനസ്സിലായില്ലേ? അപ്പോൾ ശബരിമലയിൽ ഇത്തരത്തിലൊരു കൊള്ള നടക്കണമെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ചെയ്യാൻ കഴിയില്ല. അതിന് രാഷ്ട്രീയ നേതൃത്വം, ദേവസ്വം ബോർഡിന്റെ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കൽ പാട്രണേജ് ഉണ്ട്. അവരറിയാതെ ഇത് നടക്കില്ല. ഇത് കൊണ്ടുവന്ന ആൾക്കാർ താമസിപ്പിച്ചു. എന്റെ അടിമാലി കൊണ്ട് താമസിപ്പിച്ചു. ഇന്നലെ ഒരാൾ പറയുകയാണ് അവിടെ റൂം ഇല്ലാത്തതുകൊണ്ടാണ്. PK ഗോപൻ എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ റൂം എടുത്തു തന്നേരം. പക്ഷെ ULCC കൊടുത്ത പോലെ ടെൻഡർ ഇല്ലാണ്ട് തരണം. ഞാൻ അവിടെ തൊട്ടടുത്ത് റൂം എടുത്തു തരായിരുന്നു. 5 സ്റ്റാർ എടുത്തു തരായിരുന്നു. അത് പച്ചക്കള്ളമാണ്. അതിനടുത്തുള്ള ഒരു ഹോട്ടലാണ്, അത് 40 കിലോമീറ്റർ അകലുള്ള ഒരു ഹോട്ടൽ. അടിമാലി ഒന്നും അല്ല. ശരി, ശ്രീ നിങ്ങൾ ജിതിൻ പറയുന്ന സാധനം ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കറുപ്പും വെളുപ്പുമായി അറിയണമെങ്കിൽ 17-ാം തീയതിയിലെ ചൊവ്വാഴ്ച നടക്കുന്ന ദേവസ്വം ബോർഡിന്റെ യോഗം വരെ കാത്തിരിക്കണം എന്നാണോ ഞങ്ങളുമായിട്ടല്ല? ശ്രീ ജിതിൻ ദേവ്, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അയ്യപ്പ സംഗമത്തിൽ റോളില്ലാത്തോണ്ട് അയാൾ അദാനിയുണ്ട് 1 കോടി രൂപ. 1 മിനിറ്റ് ശ്രീ ജിതിൻ ദേവിലേക്ക് ഒന്ന് പാടും. ശ്രീ ജിതിൻ ദേവ്, ഒറ്റ മിനിറ്റ്. ജിതിൻ ദേവ്, ഒരു മിനിറ്റ്. CPM ഓഫീസിലാണ് ചെന്നത്, മനസ്സിലായില്ലേ? ശ്രീ ജിതിൻ ദേവ്, അതാ പറഞ്ഞത്. ഒരു മിനിറ്റ്. ശ്രീ ജിതിൻ ദേവ്, ഉയർത്തിയത് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞോളൂ. ഇവിടെ PK ഗോപൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ ഊച്ചാളി എന്ന് വിളിച്ചുള്ളതാണ് എനിക്കെതിരെയുള്ള ഒരു ആരോപണം. നോക്കൂ, ഞങ്ങളുടെ കൊല്ലത്ത്, അതായത് എന്റെയും PK ഗോവന്റെ ഒക്കെ നാട്ടിൽ കൊല്ലത്ത് കോർപ്പറേഷനിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. കുതിരയെ ബൈക്കിൽ കൊണ്ടുവന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലെ പാരഗ്രാഫ് 9 നമ്പറിൽ പറയുന്നു, ജോയിന്റ് മെഷർമെന്റ് ഷീറ്റിൽ GST ഉൾപ്പെടെ 1,73,000 രൂപ മുടക്കി വാങ്ങിച്ചു എന്ന് പറയുന്ന 50 കിടക്കകൾ നോട്ട് ഫൗണ്ട്, കാണാനില്ല. അപ്പൊ ഇത് പറഞ്ഞത് ആരടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊച്ചാളി എന്ന വാക്ക് ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിന്റെ മാറ്റി ഊച്ചാളി മാറ്റി ഞാൻ പരനാറി എന്ന് പറയുന്നു. അത് CPM-നെ സംബന്ധിച്ച് പാർലമെന്ററി ആണല്ലോ പരനാറി. ശരി, ഊച്ചാളി വിളിച്ചിരിക്കുന്നു, പരനാറി എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം നോക്കൂ, 17-ാം തീയതി നടന്നതിന് ശേഷം 5 മാസം പിന്നിട്ടിട്ടാണ് ഞങ്ങൾ ഇതിന്റെ കണക്ക് പരിശോധിക്കാൻ കൂടുന്നത്. PS പ്രശാന്ത് ഇറങ്ങിപ്പോയി പൊടിയും തട്ടി. സത്യം പറഞ്ഞ ഈ PS പ്രശാന്തിനെയൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ, കായംകുളം കൊച്ചുണ്ണി അവാർഡ് കൊടുക്കണം, കായംകുളം കൊച്ചുണ്ണി സ്മാരക അവാർഡ് കൊടുക്കണം. കായംകുളം കൊച്ചുണ്ണിക്ക് നാണക്കേടായിരിക്കും അത്, പക്ഷെ കായംകുളം കൊച്ചുണ്ണി സ്മാരക അവാർഡ് കൊടുക്കണം. ഇമാതിരി തട്ടിപ്പ് സംഘമാണ് ഗോപികൃഷ്ണൻ ഇത്. ഇവര് 10 കോടി രൂപ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ പാവപ്പെട്ട അയ്യപ്പ ഭക്തർ സമർപ്പിച്ച പൈസ കട്ടെടുത്ത് ഇതേ രീതിയിൽ കക്കുകയും മുക്കുകയും നക്കുകയും ചെയ്തിട്ട് ഒന്ന് ന്യായം പറയാൻ പറ്റുള്ളൂ. എന്നെ വെച്ചാൽ ഈ PK ഗോവനൊക്കെ സംബന്ധിച്ച് അദ്ദേഹമൊക്കെ വളരെ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒക്കെ അവസ്ഥ ഓർത്ത് എനിക്ക് വേദനയുണ്ട്. ഇമാതിരി വന്ന് ന്യായീകരണം പറയേണ്ടി വരുന്നല്ലോ. അതുകൊണ്ട് ഈ ന്യായീകരണങ്ങളൊന്നും കട്ടായി ഇല്ല, പറഞ്ഞോളൂ. ഈ ന്യായീകരണങ്ങളൊന്നും നിങ്ങളെ നേരെയാക്കാൻ പോകുന്നില്ല. ഇതിനെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും PK ഗോവൻ. ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കുകൾ എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയുമായിട്ടില്ല. വളരെ വലിയ വിശദീകരണം ഉൾക്കൊള്ളുന്ന വാർത്താക്കുറിപ്പൊക്കെ പുറത്തിറക്കിയെങ്കിലും എത്ര കോടി ചിലവായി, അത് എന്തിനൊക്കെ വേണ്ടി ചിലവാക്കി എന്ന കാര്യത്തിൽ ഇപ്പോഴും കണക്കുകൾ ഇരുട്ടിൽ തന്നെയാണ്.
17-ാം തീയതി നടക്കുന്ന ദേവസ്വം ബോർഡിന്റെ യോഗം അതുകൊണ്ട് തന്നെ നിർണായകമാണ്. അതിൽ കറുപ്പും വെളുപ്പുമായി വസ്തുതകൾ പുറത്തു വരുമോ? അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്? സർക്കാരിന് കയ്യും കെട്ടി നോക്കിയിരിക്കാനാകുമോ? നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറിന് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.